കേരളത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പച്ചക്കറിക്കും പലചരക്ക് സാധനങ്ങൾക്കുമെല്ലാം വിലക്കുറവുള്ള തമിഴ്നാട്ടിൽ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം പ്രവർത്തിക്കുന്ന ഒരു ചന്തയിലേക്കാണ് ഇന്നത്തെ യാത്ര. ഇന്ന് കൂടെ പ്രിയയുണ്ട്. വീട്ടിലേക്കുള്ള ഒരു മാസത്തെ സാധനങ്ങൾ കൂടി ഒന്ന് വാങ്ങണം. വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 38 കിലോമീറ്റർ. സാധനങ്ങൾ വാങ്ങാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇന്ന് സ്കൂട്ടറുമായിട്ടാണ് പോകുന്നത്. വീട്ടിൽ നിന്ന് ഉച്ച കഴിഞ്ഞിട്ടുള്ള യാത്രയാണ്. സമയം ഏകദേശം 1 മണിയായിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നെങ്കിലും പോകുന്ന വഴിക്ക് മഴ വലിയ പണിയൊന്നും തന്നില്ല. കേരളത്തിൽ മഴയുള്ളപ്പോൾ പലപ്പോഴും തമിഴ്നാട്ടിൽ വെയിലാകാറാണ് പതിവ്. തമിഴ്നാട്ടിലേക്കുള്ള യാത്രയുടെ തുടക്കത്തിൽ കാണാറുള്ള പതിവ് കാഴ്ചകൾ തന്നെ. കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന പെൻസ്റ്റോക്ക് പൈപ്പും പെന്നിക്കുക്കിന്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ചിട്ടുള്ള പാർക്കും അങ്ങനെ പലതും. ഇതിനെക്കുറിച്ചെല്ലാം മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല. അങ്ങനെ ഇതെല്ലാം താണ്ടി തമിഴ്നാട്ടിലെ മനോഹരമായ റോഡിലെത്തി. ഈ ഒരു ഭാഗത്ത് വഴിയരികിൽ വലിയ വാട്ടലൊന്നും തട്ടാത്ത ഫ്രഷ് കരിക്ക് കിട്ടും. ഇവിടെ എത്തിയാൽ പിന്നെ അതൊരെണ്ണം കഴിക്കുന്നത് പതിവാണ്. തമിഴ്നാട്ടിൽ സുലഭമായി ലഭിക്കുന്നത് കൊണ്ട് വലിയ രീതിയിലുള്ള വിലക്കുറവ് കാണുമെന്ന് പ്രതീക്ഷിക്കേണ്ട. വഴിയരികിലെ കച്ചവടക്കാരിൽ നിന്ന് വാങ്ങുമ്പോൾ 40-50 രൂപയൊക്കെ ആകാറുണ്ട്. ഞാൻ ഇവിടെ വന്ന സ്ഥിരമായിട്ട് വാങ്ങാറുള്ള കടയായതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് 40 രൂപയെ വാങ്ങിയുള്ളൂ. ഇവിടുത്തെ തോട്ടങ്ങളിൽ നിന്ന് കച്ചവടത്തിനായിട്ട് ഹോൾസെയിലിൽ കരിക്കെടുക്കുകയാണെങ്കിൽ 10-12 രൂപയ്ക്ക് കിട്ടും. പക്ഷെ വഴിയോര കച്ചവടം ചെയ്യുമ്പോൾ അത് 40-50 രൂപയിലേക്ക് മാറും. ഏകദേശം കേരളത്തിലെ വില തന്നെയാണ് ഇവിടെയും. അങ്ങനെ കരിക്ക് കുടിക്കാനായി നിർത്തിയ കടയിൽ കണ്ട മറ്റൊരു കാഴ്ചയാണ് കുടിവെള്ളം മൺകലത്തിലാക്കി വെച്ചിരിക്കുന്നത്. അതിനു ചുറ്റും എന്തോ മുളച്ചു നിൽക്കുന്നത് കണ്ടിട്ട് ചോദിച്ചതാണ്. കടുകാണ് മുളപ്പിച്ചിരിക്കുന്നത്. വെള്ളത്തിന് നല്ല കൂളിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക വഴിയോര കച്ചവടങ്ങൾ നടത്തുന്ന കടകളിലെല്ലാം ഇത്തരത്തിലുള്ള മൺകലത്തിൽ പല രീതിയിലുള്ള വിത്തുകൾ മുളപ്പിച്ച് വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. സാധാരണ മൺകലത്തിൽ വെച്ചാൽ പോലും നല്ല തണുപ്പ് കിട്ടും. അതിൻ്റെ കൂടെ വിത്തിൻ്റെ മുളയും കൂടി ആകുമ്പോൾ തണുപ്പ് കൂടുതലാവും. കുടിവെള്ളം ബോട്ടിലാക്കി വിൽപ്പന നടത്തുന്ന ഈ ഒരു കാലത്ത് സൗജന്യമായി നൽകുന്ന കുടിവെള്ളം പോലും ഉത്തമമായി നൽകാൻ കാണിച്ച ആത്മാർത്ഥതയുള്ള മനസ്സ്, ഇതെല്ലാം തമിഴ്നാടിന്റെ പാരമ്പര്യ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അങ്ങനെ ഇവിടുന്ന് കരിക്കൊക്കെ കുടിച്ച് നേരെ ചന്തയിലേക്ക് പോകുന്ന വഴിക്ക് ചന്ത എത്തുന്നതിന് തൊട്ടു മുമ്പായി തന്നെ കച്ചവടക്കാരുടെ നല്ല തിരക്കുണ്ട്. വഴിയരികിൽ നാടൻ കോഴികളുടെ കച്ചവടം. ചന്തയിൽ എത്തുന്നതിന് തൊട്ടു മുമ്പായി തന്നെ വണ്ടി എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്യണം. ചന്തയുടെ എൻട്രൻസിൽ നിന്ന് 100-300 മീറ്റർ അകലെയാണ് എനിക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു സ്ഥലം കിട്ടിയത്. അങ്ങനെ വണ്ടിയും പാർക്ക് ചെയ്ത് നേരെ ചന്തയിലേക്ക്. തമിഴ്നാട്ടിലെ വഴിയരികിലാണെങ്കിലും ചന്തയിലാണെങ്കിലും ചക്കച്ചുളയുടെ കച്ചവടം വളരെ കേമമായി തന്നെയാണ് നടക്കുന്നത്. ഇത്തരത്തിലുള്ള കച്ചവടം കേരളത്തിൽ കുറവാണെങ്കിലും തമിഴ്നാട്ടിലെ മിക്ക പ്രദേശങ്ങളിലും ഈ ഒരു കച്ചവടം നടത്തി ഉപജീവനം നയിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ കാണുന്നതാണ് ചന്തയിലേക്കുള്ള കവാടം. കമ്പം നഗരസഭ വ്യാപാരികൾക്കായി ആഴ്ചയിൽ ഒരു ദിവസം കച്ചവടത്തിനായി നൽകുന്ന മൈതാനം. തറയിൽ ടാർപ്പ വിരിച്ചുള്ള താൽക്കാലിക കച്ചവടം. ഇത്തരത്തിലുള്ള ഗ്രാമചന്തകളൊക്കെ കേരളത്തിലും പൊട്ടിമുളച്ചെങ്കിലും മിക്ക ഗ്രാമചന്തകൾക്കും ഒന്ന് വേരുറച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയില്ല. ഇവിടെ നടക്കുന്ന കച്ചവടത്തിന് ഇടനിലക്കാര് കുറവാണ്. കൃഷിക്കാരുടെ സ്വന്തം തോട്ടത്തിൽ വിളയുന്ന പച്ചക്കറിയും മറ്റും നേരിട്ട് വിൽപ്പന നടത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് എന്ന് പറയുമെങ്കിലും അത്തരത്തിലുള്ള കച്ചവടക്കാർ വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണുള്ളത്. എങ്കിലും നാട്ടിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള വിലക്കുറവുണ്ട്. ഇവിടം സംസ്ഥാനത്തിന്റെ അതിർത്തി പ്രദേശമായതുകൊണ്ട് കൂടുതലും മലയാളികൾ തന്നെയാണ് വരാറ്. കുറഞ്ഞ വിലയ്ക്ക് നിലവാരമുള്ള സാധനങ്ങൾ വാങ്ങാൻ പറ്റും എന്നതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ചില പലചരക്ക് സാധനങ്ങളാണെങ്കിൽ നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ കുറച്ചുകൂടി നിലവാരമുള്ളതായി തോന്നി. സാധനങ്ങളെല്ലാം ഫസ്റ്റ് ഗ്രേഡും സെക്കൻഡ് ഗ്രേഡുമായിട്ട് തരംതിരിച്ച് വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ള സാധനങ്ങൾ വില ചോദിച്ച് തരംതിരിച്ച് വാങ്ങാം. സാധാരണ ഇവിടെ വന്ന 1-2 മാസത്തേക്കുള്ള പലചരക്ക് സാധനങ്ങളും ഒക്കെ ആയിട്ടാണ് മടങ്ങാറ്. എല്ലാ ആഴ്ചയിലും ചൊവ്വാഴ്ച ദിവസമാണ് ഇവിടുത്തെ ചന്ത. വലുതായിട്ടൊന്നും വാങ്ങിയില്ലെങ്കിലും ഇവിടുത്തെ കാഴ്ചകളും കച്ചവടങ്ങളും ഒക്കെ കണ്ടു നടക്കാൻ തന്നെ വല്ലാത്തൊരു രസമാണ്. ഇവിടുത്തെ പച്ചക്കറി കച്ചവടങ്ങളെല്ലാം ഒരു വേറിട്ട രീതിയിലാണ്. പലതും തൂക്കമില്ലാത്ത കച്ചവടങ്ങളാണ്. തട്ടിലാക്കി വെച്ചിരിക്കുന്ന ഒരു പറ്റം പച്ചക്കറിക്ക് 10-20 രൂപ എന്ന കണക്കിലാണ് കച്ചവടം നടത്തുന്നത്. ഈ തട്ടിൽ കാണുന്ന ഇത്രയും പാവയ്ക്ക് 10 രൂപയാണ് ഇവർ പറയുന്ന വില. അതുപോലെ തന്നെ ഈ ഇരിക്കുന്ന ഇഞ്ചിക്കും 10 രൂപ തന്നെയാണ്. ചന്ത മൊത്തത്തിലൊന്ന് കറങ്ങി വന്നപ്പോഴേക്കും പ്രിയ വീട്ടിലേക്കുള്ള പലചരക്ക് സാധനങ്ങളെല്ലാം വാങ്ങി. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പായി തന്നെ ഒരു ലിസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ വന്ന മല്ലിയും മുളകും ഒക്കെയാണ് കൂടുതലായി വാങ്ങുന്നത്. പ്രിയ 3 കിലോ വറ്റൽമുളകാണ് വാങ്ങിയിരിക്കുന്നത്. 3 കിലോ വറ്റൽമുളകൊക്കെ പാക്ക് ചെയ്ത് വരുമ്പോഴേക്കും നല്ല വലിപ്പം ഉണ്ടാവും. അവസാനം മല്ലിയും മുളകും ഒക്കെ ഇവിടുന്ന് തന്നെ പൊടിച്ചു കൊണ്ടുപോകാന്നുള്ള തീരുമാനത്തിലായി. അങ്ങനെ ഇവിടുന്ന് മേടിച്ച സാധനങ്ങളെല്ലാം കൂടി ഒരു ചാക്കിലാക്കി കെട്ടി ഒതുക്കി. എന്നിട്ട് ചാക്ക് കെട്ടി ഇവിടുത്തെ കച്ചവടക്കാരനെ തന്നെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ മല്ലിയും മുളകുമായിട്ട് നേരെ മില്ലിലേക്ക് പോയി. അങ്ങനെ മുളക് പൊടിക്കാൻ വന്ന മില്ലിലെ ചേട്ടൻ ഒരു മലയാളിയാണ്. നിലവിൽ പൊടിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് പൊടിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ തൊട്ടടുത്തുള്ള ഒരു കടയിൽ കണ്ട കാഴ്ചയാണ്. ആശാൻ മറ്റേതോ ഒരു സ്വപ്നലോകത്താണ്. ചെറുകടികളൊക്കെ ഇടുന്ന ഒരു ചെറിയ കടയാണ്. ഇന്നിപ്പോൾ കച്ചവടം നടത്താൻ പറ്റുമോ എന്നതാണ് സംശയം. ഗ്യാസ് അടുപ്പിലാണ് ആശാന്റെ കളി. എന്തായാലും ഗ്യാസുമായിട്ട് കണക്ട് ചെയ്തിട്ടില്ല. അത് തന്നെ വലിയ ഭാഗ്യം. മില്ലി പൊടിച്ചോണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രത്യേകത കണ്ടത്. ഇവിടെ തമിഴ്നാട്ടിലെ ഒരു മസാലക്കൂട്ടാണ്. മുളക്, കറിവേപ്പില, പരിപ്പ്, കടുക്, മഞ്ഞൾ, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. ചോദിച്ചപ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ കറി മസാലയാണെന്നാണ് പറഞ്ഞത്. കടലക്കറിക്കും മട്ടനും ചിക്കനും ഒക്കെ ഈ ഒരു മസാല തന്നെയാണ് ചേർക്കാറ്. ഇത്തരത്തിൽ പൊടിപ്പിച്ചിട്ടുള്ള മസാലക്കൂട്ട് ഇവിടെ വിൽപ്പനയ്ക്ക്
ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു പാക്കറ്റ് എന്തായാലും വാങ്ങിയേക്കാമെന്ന് തീരുമാനിച്ചു. പൊടിക്കുന്നതിന് മുമ്പ് മുളകും മല്ലിയും ഒക്കെ വെറുതെ ഒന്ന് തൂക്കി നോക്കി. 3 കിലോ പൊടിച്ചു കഴിഞ്ഞപ്പോൾ 2 കിലോ 700 ഗ്രാമാണ് കിട്ടിയത്. വലിയ രീതിയിലുള്ള കുറവൊന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ മുളകും മല്ലിയൊക്കെ പൊടിച്ച് തിരികെ ചന്തയിലേക്ക് എത്തി. ഇനി വാങ്ങിയ സാധനങ്ങളെല്ലാം വണ്ടിയിൽ ഒതുങ്ങുമോ എന്ന് നോക്കണം. വളരെ കുറച്ച് സാധനങ്ങൾ വാങ്ങാമെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. വാങ്ങി വന്നപ്പോൾ കുറച്ച് കൂടുതലായിപ്പോയി. എന്തായാലും കൊണ്ടുപോകാതെ നിവൃത്തിയില്ല. ചാക്കിലാക്കിയതെല്ലാം വലിച്ചു കെട്ടി മുറുക്കി വേണം ഇനി പോകാൻ. ഏകദേശം സമയം 7:30 ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സാധനങ്ങൾ വണ്ടിയിൽ കയറി. പിന്നീട് പെട്രോൾ അടിക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ടിയത്. പെട്രോൾ ടാങ്ക് സീറ്റിനടിയിലായതുകൊണ്ട് എല്ലാം താഴെ ഇറക്കിയിട്ടാണ് പെട്രോൾ അടിച്ചത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രിയയ്ക്ക് ഒരു ഡിമാൻഡ് കൂടി ഉണ്ടായിരുന്നു. കമ്പത്തുള്ള ശ്രീകുമാർ ഹോട്ടലിൽ കയറി ഒരു കൊത്തുപൊറോട്ട കഴിക്കണം. അങ്ങനെ അവിടുത്തെ കൊത്തുപൊറോട്ടയും കഴിച്ച് വീട്ടിലേക്കുള്ള പാർസലും വാങ്ങിയാണ് മടങ്ങുന്നത്.